എന്നത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷനാണ്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് ഒരു പിക്ചർ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറിനകത്ത് നമ്മളൊരു പ്യുവർ സോൾവെൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോൾവെൻറ്റിനെ മാത്രമാണ്. അപ്പോൾ ഈ പ്യുവർ സോൾവെൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിനി സൊല്യൂഷൻ കൺസിഡർ ചെയ്യും. അപ്പോഴവിടെ സൊല്യൂട്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും നമുക്ക് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സോൾവെൻറ്റ് മാത്രം എടുത്തു, സോൾവെൻറ്റിന് ഒരു ബ്ലൂ കളറും കൊടുത്തു. അപ്പോൾ ഇതൊരു എടുത്തിരിക്കുന്ന ഈ വെസൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇവാക്വേറ്റഡ് വെസലാണ്. അപ്പോൾ ഈ ലിക്വിഡ് ഇതിനകത്ത് എടുത്തിരിക്കുന്ന സോൾവെൻറ്റ് വേപ്പറൈസ് ചെയ്യുന്ന സമയത്ത് കുറേ വേപ്പർ മോളിക്യൂൾസ് ഉണ്ടാകുകയും അത് ഇതിനകത്ത് ഫ്രീ സ്പേസ് ചെന്നിരിക്കുകയും ചെയ്യും. കുറേ മോളിക്യൂൾസ് റാൻഡമായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുമുണ്ട്, ഈ പിക്ചറിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എവാപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടും. വേപ്പർ ഫേസിലേക്ക് പോകുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ അവർ തമ്മിൽ കൊളൈഡ് ചെയ്യും. മോളിക്യൂൾസ് തമ്മിൽ റാൻഡം മോഷനിലാണ്, മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഈ മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പം അല്പസമയം കഴിയുമ്പോൾ എവാപ്പറേഷനും നടക്കും, അതോടൊപ്പം തന്നെ കണ്ടൻസേഷൻ നടക്കും. അപ്പോൾ അവർ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജ് അറ്റൈൻ ചെയ്യും. ഈ ഇക്വിലിബ്രിയം സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് വേപ്പർ ഫേസിലെത്തിയിരിക്കുന്ന ലിക്വിഡ് മോളിക്യൂൾസ് ആ സോൾവെൻറ്റിൻ്റെ സർഫസിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷറിനെ പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ ഓഫ് ദാറ്റ് ലിക്വിഡ്. അപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് അല്ലെങ്കിൽ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രഷർ exerted by the vapors above the liquid surface in equilibrium with the liquid at a given temperature. അപ്പോൾ നമ്മൾ വേപ്പർ പ്രഷറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പി എന്ന് പറയുന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു പ്യുവർ സോൾവെൻ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ സോൾവെൻറ്റിന് എ എന്നും സൊല്യൂട്ടിന് ബി എന്നും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വേപ്പർ പ്രഷറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകൂടി വേപ്പർ പ്രഷർ എന്താണെന്ന് പറയാം. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വേപ്പേഴ്സ് എബോവ് ദി ലിക്വിഡ് സർഫസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദി ലിക്വിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അടുത്തത് നമ്മൾ ഒരു സൊല്യൂഷനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സോൾവെൻറ്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ടാമത്തെ പിക്ചർ നോക്കാം. ഇവിടെ സോൾവെൻറ്റിന് ബ്ലൂ കളറുണ്ടും സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സൊല്യൂഷൻ്റെ സർഫസിൽ ഉണ്ടായിരുന്ന സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ എണ്ണം ഫസ്റ്റ് കേസിൽ കൺസിഡർ ചെയ്തതിനേക്കാൾ കുറവായിരിക്കും. അതായത് കുറച്ച് സോൾവെൻറ്റ് മോളിക്യൂൾസിനെ റീപ്ലേസ് ചെയ്ത ശേഷം അവിടെ സൊല്യൂട്ട് മോളിക്യൂൾസ്, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് മോളിക്യൂൾസ് വന്നിരിക്കും. അപ്പോൾ ഇതും ഒരു ക്ലോസ്ഡ് വെസലിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവാപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ മോളിക്യൂൾസ്, സോൾവെൻറ്റ് മോളിക്യൂൾസ് കുറച്ച് വേപ്പറായിട്ട് മാറും. അപ്പോൾ ആദ്യത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വേപ്പറാകുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം ഇവിടെ കുറവായിരിക്കും. അപ്പോൾ വേപ്പറാകുന്ന ഈ മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്, അവർ കൊളൈഡ് ചെയ്യും, കണ്ടൻസേഷന് വിധേയമാകും. അപ്പോൾ അല്പസമയത്തിന് ശേഷം അവർ കണ്ടൻസേഷനും എവാപ്പറേഷനും ഒരേ സമയം നടന്ന് ഒരു ഇക്വിലിബ്രിയം സ്റ്റേജ് അറ്റൈൻ ചെയ്യും. ആ ഇക്വിലിബ്രിയം സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് വേപ്പർ ഫേസിൽ പോയിരിക്കുന്ന ആ സോൾവെൻറ്റ് മോളിക്യൂൾസ് ലിക്വിഡിൻ്റെ സർഫസ്, സൊല്യൂഷൻ്റെ സർഫസിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കേസിനെ അപേക്ഷിച്ച് പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയും. അതിലൂടെ ഉണ്ടാകുന്ന പ്രഷർ, അതായത് വേപ്പർ പ്രഷറും കുറയും. അപ്പം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻറ്റിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അറ്റ് ഗിവൺ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് വേരിയേഷൻ വരാം.
അപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവിടെ? ദ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അപ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ബൈനറി സൊല്യൂഷൻ ഓഫ് 2 വോളറ്റൈൽ ലിക്വിഡ്സ് എ ആൻഡ് ബി എന്ന് ഞാൻ ആ 2 വോളറ്റൈൽ ലിക്വിഡ്സിന് പേര് കൊടുക്കുന്നു. അപ്പോൾ രണ്ടും വോളറ്റൈലാണ്. അപ്പോൾ 2 പേരും വേപ്പറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പേർക്കും എന്ത് കാണും? വേപ്പർ പ്രഷർ കാണും. ആ വേപ്പർ പ്രഷറിനെ നമുക്ക് പി എ എന്നും പി ബി എന്നും കൊടുക്കാം. അപ്പോൾ 2 കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറിന് പറയുന്ന പേരാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ. അപ്പോൾ പി എ കൊണ്ടും പി ബി കൊണ്ടും നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ് അല്ലെങ്കിൽ എ ലിക്വിഡ് ആൻഡ് ബി കമ്പോണൻറ്റ് എന്നാണ്. അതായത് ബൈനറി സൊല്യൂഷൻ ഓഫ് 2 വോളറ്റൈൽ ലിക്വിഡ്സ് എ ആൻഡ് ബി. ബോത്ത് ദി കമ്പോണൻറ്റ്സ് വുഡ് എവാപറേറ്റ് ആൻഡ് ഫോം വേപ്പർ എബോവ് ദി സൊല്യൂഷൻ. അപ്പം നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2 കമ്പോണൻ്റ് ഉണ്ട്, രണ്ടും വോളറ്റൈൽ ആയതുകൊണ്ട് 2 പേരും വേപ്പർ ആവുകയും സൊല്യൂഷന് മുകളിൽ വേപ്പർ ഫോം ചെയ്യുകയും ചെയ്യുന്ന കാണാം. വെൻ ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് ഈച്ച് കമ്പോണൻറ്റ് വിൽ എക്സേർട്ട് എ വേപ്പർ പ്രഷർ. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം എത്തിക്കഴിയുമ്പോൾ, അതായത് എവാപ്പറേഷനെയും കണ്ടൻസേഷനും തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഓരോ കമ്പോണൻറ്റും അതിൻ്റേതായ വേപ്പർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ആ വേപ്പർ പ്രഷറിനെ പറയുന്ന പേരാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ. നമ്മളത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് പി എ എന്നും പി ബി എന്നും. ഫസ്റ്റ് കമ്പോണൻ്റ് എ എന്ന് എടുക്കുന്നു, സെക്കൻഡ് കമ്പോണൻ്റ് ബി എന്നും എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പാർഷ്യൽ വേപ്പർ പ്രഷർ അല്ലെങ്കിൽ ഈ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന ആ കമ്പോണൻസിൻ്റെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ മോൾ ഫ്രാക്ഷനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോയാണ് റൗൾട്ട്സ് ലോ. അപ്പോൾ റൗൾട്ട്സ് ലോ നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ വോളറ്റൈൽ സൊല്യൂഷൻ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ്. അപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ എടുത്താൽ അതിനകത്ത് 2 കമ്പോണൻ്റ് ഉണ്ട്, 2 കമ്പോണൻറ്റും വോളറ്റൈൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ കമ്പോണൻ്റ് വേപ്പർ പ്രഷറിന് പറയുന്ന പേരാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ. ആ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ, അതിൻ്റെ എണ്ണത്തെ മോൾ ഫ്രാക്ഷനെ ആശ്രയിച്ചിരിക്കും അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഇതാണ് റൗൾട്ട്സ് ലോ. ഒന്നുകൂടി പറയാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ വോളറ്റൈൽ സൊല്യൂഷൻ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ്. ഇനി നമ്മൾ പാർഷ്യൽ വേപ്പർ പ്രഷറിന് പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. എ കമ്പോണൻ്റ് ആണെങ്കിൽ പി എ, ബി കമ്പോണൻ്റ് ആണെങ്കിൽ പി ബി. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ എ കമ്പോണൻ്റെ മോൾ ഫ്രാക്ഷൻ എക്സ് എന്ന് എടുക്കുന്നു, ബി കമ്പോണൻ്റെ മോൾ ഫ്രാക്ഷൻ എക്സ് ബി എന്ന് എടുക്കുന്നു. ഇവിടെ എടുത്തിരിക്കുന്ന 2 ലിക്വിഡ്സിൻ്റെയും പ്രത്യേകത മിസിബിൾ വോളറ്റൈൽ ലിക്വിഡ്സ് ആയിരിക്കണം. 2 പേരും വോളറ്റൈൽ ലിക്വിഡ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റൗൾട്ട്സ് ലോ അനുസരിച്ച് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. പി എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എ, പി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ബി. അപ്പോൾ ഇതിനെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയും നമുക്ക് എഴുതാം. പി എ ഈസ് ഈക്വൽ ടു പി 0 എ ഇൻറ്റു എക്സ് എ, പി ബി ഈസ് ഈക്വൽ ടു പി 0 ബി ഇൻറ്റു എക്സ് ബി. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ടേമാണ് പി 0 എയും പി 0 ബിയും. അതെന്താണെന്ന് ചോദിച്ചാൽ എ കമ്പോണൻറ്റ് മാത്രം എടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന വേപ്പർ പ്രഷറാണ് പി 0 എ എന്ന് പറയുന്നത്, പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ. അതുപോലെ ബി കമ്പോണൻ്റെ കേസും അതുപോലെ തന്നെയാണ്. അതേസമയം പി എ എന്നും പി ബി എന്നും പറയുന്നത് എപ്പോഴുള്ളതാണ്? അതൊരു സൊല്യൂഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ എ കമ്പോണൻറ്റിനുണ്ടാകുന്ന വേപ്പർ പ്രഷർ, അതിനെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നു. അതേസമയം പി 0 എയും പി 0 ബി എന്ന് പറയുന്നത് അത് പ്യുവർ ഫോമിലിരിക്കുമ്പോൾ, പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോൾ മാത്രം അത് എത്ര പ്രഷർ
ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് P0Aയും P0Bയും. ഇനി ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ ആകുമ്പം മിനിമം ബൈനറി സൊല്യൂഷനാണ്, മിനിമം 2 കമ്പോണൻസ് കാണും, എയും ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പഠിക്കുന്നിടത്ത് പഠിച്ചതാണത്. അപ്പോൾ ടോട്ടൽ പ്രഷർ P = PA + PB. നമ്മളിപ്പം PAയുടെ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, PBയുടെ വാല്യൂ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് P = P0A × XA + P0B × XB എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ റൗൾട്ട്സ് ലോ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു. അപ്പം ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി സൊല്യൂഷൻ ഒരു ഐഡിയൽ സൊല്യൂഷൻ ആകണമെങ്കിൽ ആ സൊല്യൂഷൻ റൗൾട്ട്സ് ലോ ഒബേ ചെയ്തിരിക്കണം. സൊല്യൂഷൻസ് ദാറ്റ് ഒബേ റൗൾട്ട്സ് ലോ ആർ കോൾഡ് ഐഡിയൽ സൊല്യൂഷൻ. ഇത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അതിനെ നമ്മൾ എക്സ് ആക്സിസ് വരയ്ക്കുന്നു. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ കൊടുക്കുന്നു, സൊല്യൂട്ടിൻ്റെയും സോൾവെൻ്റെയും മോൾ ഫ്രാക്ഷനും അതനുസരിച്ച് സൊല്യൂഷൻ്റെയും മോൾ ഫ്രാക്ഷൻ. വൈ ആക്സിസിൽ നമ്മൾ വേപ്പർ പ്രഷർ കൊടുക്കുന്നു. ഇനി നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മളൊരു സൊല്യൂഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സൊല്യൂഷനകത്ത് സൊല്യൂട്ടും കാണും, സോൾവെന്റും കാണും. നമ്മൾ സോൾവെന്റിന് A എന്നെടുക്കുന്നു, സൊല്യൂട്ടിന് B എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സോൾവെന്റിന്റെ എണ്ണത്തെ XA എന്നും മോൾ ഫ്രാക്ഷനെ സൊല്യൂട്ടിന്റെ ഇതിനെ മോൾ ഫ്രാക്ഷനെ XB എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ A കമ്പോണന്റ് എടുക്കുന്ന സമയത്ത് അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും. പ്യുവർ കമ്പോണന്റ് മാത്രമുള്ളപ്പോൾ അതിനെ P0A, ആ പ്യുവർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ. അതുപോലെ B കമ്പോണന്റ് മാത്രം എടുത്താൽ അതിനുള്ളൊരു വേപ്പർ പ്രഷർ ഉണ്ട്, P0B. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ഓർത്തിരിക്കുക. അപ്പൊ ഈ ഫസ്റ്റ് പോയിന്റ്, ഈ പോയിന്റ് ഓർക്കുക. ഇവിടെ സോൾവെന്റ് മാത്രമേ ഉള്ളൂ, A കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, അതിന്റെ മോൾ ഫ്രാക്ഷൻ 1. അവിടെ B കമ്പോണന്റ് ഇല്ല, XB = 0. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് എടുക്കുന്നതിനനുസരിച്ച്, ഇങ്ങോട്ട് എടുക്കുന്നതിനനുസരിച്ച് B ആഡ് ചെയ്ത് വന്ന് സൊല്യൂഷൻ ഫോം ചെയ്യുന്ന കേസാണ് വരുന്നത്. ഇനി ബിയുടെ വേരിയേഷൻ, വേപ്പർ പ്രഷർ വേരിയേഷൻ നമുക്ക് കാണിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ പോയിന്റ് എടുക്കുന്നു, ഇവിടെ നിന്ന് മുകളിലേക്ക് വീണ്ടും ഒരു വൈ ആക്സിസ് കൂടി വരയ്ക്കുന്നു. അവിടെ വേപ്പർ പ്രഷർ ആണ് നമ്മൾ അവിടെയും ഡിനോട്ട് ചെയ്യുന്നത്. ഈ രണ്ട് വൈ ഡയറക്ഷനിൽ വേപ്പർ പ്രഷർ വേരിയേഷൻ ആണ്, എക്സ് ഡയറക്ഷനിൽ എയുടെയും ബിയുടെയും മോൾ ഫ്രാക്ഷൻ ആണ്, അതിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇവിടെ A കമ്പോണന്റ് 0, അതായത് ഇവിടെ 1 ഉണ്ടായിരുന്നു. ഈ എൻഡിൽ വരുമ്പോഴത്തേക്ക് സൊല്യൂട്ട് മാത്രമേ ഉള്ളൂ, XB മാത്രമേ ഉള്ളൂ. XB = 1, XA = 0 എന്ന് എടുക്കുന്നു. ഈ ഗ്രാഫ് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പ്യുവർ കമ്പോണന്റ് A മാത്രം എടുത്ത് അതിന്റെ വേപ്പർ പ്രഷർ ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ ആ വേപ്പർ പ്രഷർ ഒരു മാക്സിമം വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് P0A എന്ന് പറയുന്നു. എയിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ കുറയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗ്രാഫ് എങ്ങനെ വരും നോക്കാം. വേപ്പർ പ്രഷർ കുറഞ്ഞ് കുറഞ്ഞ് ഈ പോയിന്റിൽ എത്തുമ്പോൾ 0-ൽ വന്ന് നിൽക്കും. അപ്പൊ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് PA ആണ്. PA എന്ന് പറയുന്ന ഗ്രാഫാണ് ഇവിടെ വരുന്നത്. അതേപോലെ നമുക്ക് തിരിച്ച് B കൺസിഡർ ചെയ്യാം. ഇവിടെ B മാത്രമേ ഉള്ളൂ. ആ B കമ്പോണന്റ് മാത്രം എടുക്കുമ്പോൾ അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ട്, അതിന് ഡിനോട്ട് ചെയ്യുന്നത് P0B എന്നാണ് ആ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ആ ബിയിലേക്ക് A ആഡ് ചെയ്യുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ എന്ത് സംഭവിക്കുന്നു? വേപ്പർ പ്രഷർ കുറയുന്നു. വേപ്പർ പ്രഷർ കുറഞ്ഞ് കുറഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് 0 ആകുന്നു. ഇത് ബിയുടെ വേപ്പർ പ്രഷർ കർവാണ്, PB എന്നെടുക്കാം. അപ്പൊ ഇതിനിടയ്ക്കെല്ലാം വരുന്നത് സൊല്യൂഷൻ ആണ്, സൊല്യൂഷന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു വേപ്പർ പ്രഷർ ഉണ്ട്, ടോട്ടൽ വേപ്പർ പ്രഷർ. അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഈ ഗ്രാഫുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്നു. P ടോട്ടൽ പ്രഷർ അതെന്ന് പറയുന്നത് PA + PB ആയിരിക്കും. ഇതാണ് ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ വേരിയേഷൻ കർവ് എന്ന് പറയുന്നത് വിത്ത് മോൾ ഫ്രാക്ഷൻ എന്നുള്ളത്.
അടുത്തതായിട്ട് നമ്മൾ ബൈനറി സൊല്യൂഷൻ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ അതിനകത്ത് സൊല്യൂട്ട്, അതായത് ബി കമ്പോണൻറ്റ് നോൺ വോളറ്റൈൽ ആയിട്ടുള്ളത് എടുക്കുന്നു. അതായത് സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പോൾ ദ സൊല്യൂട്ട് ഈസ് നോൺ വോളറ്റൈൽ, ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ വിൽ ബി ദി വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷനകത്ത് 2 കമ്പോണൻ്റ് ഉണ്ട്, സോൾവെൻറ്റും സൊല്യൂട്ടും. സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ അവിടെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ മാത്രമായിരിക്കും. സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് അതിൻ്റെ വേപ്പർ പ്രഷർ, അതായത് പി ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു പി എ എന്ന് എഴുതാം. ദെർഫോർ പി ഈസ് ഈക്വൽ ടു P0 A ഇൻറ്റു എക്സ് എ. അതായത് പി എയുടെ ഇക്വേഷനാണ് P0 A ഇൻറ്റു എക്സ് എ എന്ന് പറയുന്നത്. അപ്പോൾ ദ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് is equal to the product of the mole fraction of the solvent in the solution and the vapor pressure of the pure component. അപ്പോൾ നമ്മൾ ബൈനറി സൊല്യൂഷൻ 2 രീതിയിൽ കൺസിഡർ ചെയ്യാം. 2 കമ്പോണൻറ്റും വോളറ്റൈൽ ആയിട്ടും കൺസിഡർ ചെയ്യാം. സൊല്യൂട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ കമ്പോണൻറ്റ് നോൺ വോളറ്റൈൽ ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പം രണ്ടാമത്തെ കമ്പോണൻറ്റ് നോൺ വോളറ്റൈൽ ആണെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് വോളറ്റൈൽ കമ്പോണൻറ്റിൻ്റെ മാത്രം വേപ്പർ പ്രഷർ ആയിരിക്കും. അപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ആൻഡ് ദ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്. അപ്പോഴവിടെ കിട്ടുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ വോളറ്റൈൽ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനെയും ആ വോളറ്റൈൽ കമ്പോണൻറ്റ് പ്യുവർ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് അതിന് ഉണ്ടാകുന്ന വേപ്പർ പ്രഷറിനെയും ആശ്രയിച്ചിരിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പാർട്ട് 4 മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഗ്രാഫ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അല്പം ബുദ്ധിമുട്ട് തോന്നിയാലും ഒന്നുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോഴടുത്ത പാർട്ടുമായി ഉടനെ വരുന്നതാണ്. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമല്ലോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ ബൈ.